നയതന്ത്ര ബാഗേജിലൂടെയുള്ള സ്വർണ്ണക്കടത്ത് കേസിന്റെ വിചാരണ കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്ക് മാറ്റണം എന്ന ഇഡിയുടെ ഹർജിക്കെതിരെ സുപ്രീം കോടതി. ഹർജിയിൽ വാദത്തിന് ഇഡിക്ക് താൽപ്പര്യമില്ലെന്ന് മനസ്സിലായെന്ന് സുപ്രീം കോടതിയുടെ വിമർശനം. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, എന്താണ് ഇഡിയെ സുപ്രീം കോടതി വിമർശിക്കാനുണ്ടായ സാഹചര്യം? വേണു, നയതന്ത്ര ബാഗേജിലൂടെ സ്വർണം കടത്തിയ കേസ്, ഈ കേസിന്റെ വിചാരണ കേരളത്തിൽ നിന്നും ബംഗളൂരുവിലേക്ക് മാറ്റണം എന്നുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഹർജിയാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. ജസ്റ്റിസ് ഋഷികേശ് റോയ് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. ഇന്ന് ഈ കേസ് എടുത്ത ഘട്ടത്തിൽ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വാദം മാറ്റിവെക്കണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്നാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ വിമർശനങ്ങൾ ഉണ്ടായത്. ഈ കേസിന്റെ വിചാരണയിൽ അല്ലെങ്കിൽ കേസിന്റെ വാദത്തിന് ഇഡിക്ക് താല്പര്യമില്ലെന്ന് മനസ്സിലായെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ സുപ്രീം കോടതിയുടെ വിമർശനമുണ്ടായി. ഹർജിയിൽ വാദത്തിന് താല്പര്യമില്ലേ എന്ന് സുപ്രീം കോടതി ആരായുകയും ചെയ്തു. വാദം മാറ്റണമെന്ന ആവശ്യമാണ് ഇഡി പ്രധാനമായും ഉന്നയിച്ചത്. നേരത്തെ ഇഡി ഈ കേസിലെ കക്ഷികളായ കേരളവും എം ശിവശങ്കറും സമർപ്പിച്ച എതിർ സത്യവാങ്മൂലത്തിൽ ഇഡി മറുപടി സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. തുടർന്നാണ് ഇതിന്റെ വാദം ഇന്നത്തേക്ക് മാറ്റിവെച്ചത്. ഈ ഒരു ഘട്ടത്തിലാണ് വാദം മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇഡി സുപ്രീം കോടതിയിൽ എത്തിയത്. ആദ്യ കേസായി ലിസ്റ്റ് ചെയ്തിരുന്നതായിരുന്നു ഇന്ന് ഈ കേസ്. എന്നാൽ ഉടൻ തന്നെ ഈ കേസ് എടുത്ത ഉടൻ തന്നെ വാദം മാറ്റിവെക്കണം എന്ന ആവശ്യം ഇഡി ഉന്നയിച്ച ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള വിമർശനം ഇഡിക്കെതിരായി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ വിചാരണ കേരളത്തിന് പുറത്തേക്ക് മാറ്റുന്നത് സംസ്ഥാനത്തെ ജുഡീഷ്യറിക്ക് കളങ്കം ആകില്ല എന്നാണ് ഇഡി നേരത്തെ വാദം ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഈ മറുപടി സത്യവാങ്മൂലങ്ങൾ ഉൾപ്പെടെ സമർപ്പിച്ച ശേഷവും ഇക്കാര്യത്തിൽ വാദം മാറ്റിവെക്കണമെന്ന് ഇഡി ആവശ്യപ്പെട്ടതോടുകൂടിയാണ് സുപ്രീം കോടതി ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഇഡിക്കെതിരെ നടത്തിയിരിക്കുന്നത്. നേരത്തെ ഈ കേസിൽ രാഷ്ട്രീയ പ്രേരിതമായ കേസാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ അതിന് ശക്തി നൽകുന്ന തരത്തിലുള്ള ഒരു നടപടിയാണ് ഈ ഘട്ടത്തിൽ വാദം മാറ്റിവെക്കണം എന്ന നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമത്തിലൂടെ ഇഡിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇഡിക്കെതിരെ വിമർശനവും ഉണ്ടായിരിക്കുകയാണ്. വേണു, ശരി. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ ഇഡിക്ക് സുപ്രീം കോടതിയുടെ വിമർശനം. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.